അനീഷിന്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് ലൈൻ കെട്ടിൽ, അതെടുത്തൊന്ന് റിയാക്ട് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് മുഴുക്ക അനീഷിനെ എക്സ്പോസ് ചെയ്യുന്ന സാധനം തന്നെയാണ്, തർക്കമൊന്നും വേണ്ട. സത്യം പറഞ്ഞാൽ അവർ അതിൻ്റെ ക്രൂ ആണല്ലോ, അപ്പോൾ അവർക്ക് അറിയാമല്ലോ ഇയാൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഒരു ഫസ്റ്റ് തിങ്, അയാൾ മുഴുക്ക നുണ പറഞ്ഞ് അതിനകത്ത് നൽകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അയാൾ അത് ജയിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അയാൾ നുണ പറഞ്ഞ് ജയിച്ചു എന്ന് പറയും. ഇപ്പോൾ PR കൊണ്ട് ജയിച്ചു എന്ന് പറയുന്നതിനേക്കാൾ മോശപ്പെട്ട ഒരു കാര്യമാണ് നുണ പറഞ്ഞ് ജയിച്ചു എന്നുള്ളത്. ഈ വ്യക്തി മുഴുക്ക ഫേക്കായിരുന്നു. ആരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തനിച്ച് നടന്നതിൻ്റെ റീസൺ കമ്മ്യൂണിക്കേഷനിലൂടെ നമ്മൾ റിവീലാകും, കൂടുതൽ ഓപ്പൺ ആകും. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ അത് ഒന്ന് ഹൈഡ് ചെയ്തിരുന്നു. നല്ല പ്ലാനിഡ് ആയിരുന്നു ഈ പുള്ളി എന്നുള്ളത് വ്യക്തമാണ്. അതിൽ 1-2 കാര്യങ്ങളുണ്ട്. ഇയാളെ കയ്യോടെ പൊക്കുന്നുണ്ട് ആ പെൺകുട്ടി. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു എക്സ്പ്ലനേഷനും കൂടെ തരാം. പുള്ളി 5 വർഷത്തെ ലീവ് എടുത്തു. എന്തിനാണെന്നറിയോ? ഗൾഫിൽ പോകാനാണെന്നാണ് ഇതിനകത്ത് പറയണം. നുണയാണ്. 5 വർഷത്തെ ലീവ് എടുത്തതിൻ്റെ ആ ഒരു സംഗതി, അതൊക്കെ പുള്ളിക്കാരത്തെ നന്നായിട്ട് പൊളിച്ച് കൈ കൊടുക്കുന്നുണ്ട്. ലീവ് എടുക്കുകയാണെങ്കിൽ വിസിറ്റിന് ലീവ് എടുക്കും ആരെങ്കിലും. ഒരു വിസിറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൺഫർമേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ പോലും അങ്ങനെ ലീവ് എടുക്കത്തില്ല. വിസ കോപ്പി കയ്യിൽ കിട്ടിയാൽ മാത്രമേ അങ്ങനെ ചെയ്യുള്ളൂ. ഇത് അങ്ങനെയല്ല. വിസിറ്റ് കോപ്പി വെച്ചിട്ടാണ് പുള്ളി ലീവ് എടുത്തതെന്ന് പറയുന്നത്. നുണയാണ്. ശരി, ഇനി ആ വിസ കിട്ടിയില്ലെന്ന് തന്നെ വെക്കുക. 5 വർഷത്തെ ലീവ് മടക്കാമല്ലോ, അതിൻ്റെ ഇടയ്ക്കൂടെ അത് സ്റ്റോപ്പ് ചെയ്യാമല്ലോ. ഇനി അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ ഇയാൾ അതങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞാൽ പോരെ, ഞാൻ ഇതിനകത്തേക്ക് വരാൻ തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നെന്ന്. പിന്നെ ഇയാളൊരു സെലിബ്രിറ്റി അല്ല എങ്കിൽ പോലും സെലിബ്രിറ്റി ആകാൻ വേണ്ടി തുള്ളിക്കൊണ്ട് നടന്ന ഒരാളാണ്. ഇയാൾ കോമണർ അല്ല. എന്തിനാണ് ഈ കോമണർ എന്നൊരു സംഗതി ഇയാൾക്ക് കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതായാലും ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കോമണർ ഇത്രയും ടോപ്പ് ലെവലിലേക്ക് വന്നത് ആദ്യമാണെന്ന് പറയുന്നുണ്ട്. ശരി, അതായിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിരിക്കാം. പക്ഷേ ഇത്രയും വലിയൊരു നുണയൻ അതിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇയാൾ മുഴുക്ക നുണയാണ് പറയുന്നത്. അതാണ് ഓരോന്നായിട്ട് അവർ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് പോർഷൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നമുക്കതൊന്ന് കേൾക്കാം. എല്ലാം ഒന്നും കേൾപ്പിക്കാനൊക്കത്തിൽ അറിയാമല്ലോ, അവർ സ്ട്രൈക്ക് തരും. ആക്ച്വലി അനുമോള് കുറച്ചും കൂടെ ഇപ്പൊ ഒരു എന്താ പറയാ മേക്കപ്പ് ലുക്കിലായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് സെലിബ്രിറ്റി അനുമോളിലേക്ക് എത്തുന്നതിന് മുമ്പ് പുള്ളി പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, നമുക്ക് അതിലേക്ക് പോവാം. അനുമോളിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. സമയത്ത് തോന്നിയ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളതാണ് ശരി. അതാണ് ഞാൻ പലപ്പോഴും അവിടെ പറയുണ്ടായിരുന്നത്, ഞാൻ അവിടെ ജീവിക്കായിരുന്നു എന്നുള്ളത്. ആക്ച്വലി അത് സത്യമാണ്, ഞാൻ അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, അതാണ് ഒരു സ്ഥലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു സ്ഥലത്തിനോട് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിരിക്കും, ആ സ്ഥലത്തിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരിക്കും. എന്നും വെച്ചിട്ട് അവിടെ സ്ഥിരമായി നിൽക്കുന്ന എങ്ങനെ അറിയാം? ഞാനാണ് ചോദിക്കേണ്ടത്. നമ്മുടെ പലയിടത്തും പറഞ്ഞല്ലോ 2 ദിവസം മുമ്പാണ് എന്നോട് പറഞ്ഞത്, 3 ദിവസം മുമ്പാണ്. എന്നെ മൊത്തത്തിൽ പറയാൻ പറ്റുമോ 3 ദിവസം മുമ്പ് അറിയിച്ചെന്ന്? ഇല്ല. അപ്പൊ എന്തിനാ അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്? എന്നെ 2 ദിവസം മുമ്പാണ് ഇവിടെ വിളിച്ചത്, എന്നെ 3 ദിവസം മുമ്പ് മാക്സിമം എന്നൊക്കെ. അനീഷ് ആദ്യമായിട്ട് വിളിച്ച് അനീഷ് ഇന്നാന്ന് പറയുന്ന ആള് ഞാനാണ്. ആ വിളിച്ച കോളും എന്റെ കയ്യിലുണ്ട്, അന്ന് അയച്ച മെസ്സേജും ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിന്റെ ബാക്കി കാര്യങ്ങളുണ്ട്. ഞാൻ എന്നിട്ട് സർപ്രൈസ്ഡ് ആവുമായിരുന്നു. എന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചു 2 ദിവസം മുമ്പാണ് അനീഷിനോട് പറഞ്ഞത്. ഇതിന് അങ്ങനെ ഒരു കള്ളം? അത് ആക്ച്വലി അത് കള്ളം എന്ന് പറയുകയാണെങ്കിൽ ഞാനത് അക്സെപ്റ്റ് ചെയ്ത് തരുന്നു. പക്ഷെ ഇത് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കുറെ നാള് ഒരു സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലപ്പോൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഞാൻ പറഞ്ഞു ഓൾറെഡി നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ 2 ദിവസം മുമ്പ് എന്നുള്ളത് ഒരു മറവിയാണോ അനീഷ്? ബിക്കോസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ വീട്ടിൽ എടുക്കാൻ വരുന്നു, അത് കഴിഞ്ഞ് മൈജിയിൽ പോയി ഷൂട്ട് ചെയ്തു. ഈ പ്രോസസ് ഒക്കെ അനീഷ് മറന്നുപോയി ഒരു ദിവസം? അത് എനിക്കിപ്പോ കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. ഞാൻ നല്ല ഓർമ്മയുണ്ട് അനീഷ്. ബിക്കോസ് എന്താ അറിയോ, ഞാൻ എടുക്കുന്ന ഒരു ജോലിയാണ്, എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഞാൻ ഒരാളെ എന്ന് വിളിച്ചു. ഒരിക്കലും നമ്മുടെ ബിഗ് ബോസ് ഓഡിഷൻ കഴിഞ്ഞിട്ട് ഒരാളെ 2 ദിവസം കൊണ്ട് കേട്ടാൻ പറ്റില്ല. അനീഷിനൊക്കെ ഒരുപാട് ദിവസം കിട്ടി. അനീഷ് ഓക്കെ, അത് വിട്ടേക്ക്. അനീഷിന് ഒരു കാര്യം അറിയോ? അനീഷാണ് അവിടെ, അത് ഞാൻ പറയണ്ട, അത് മറന്നിട്ടുണ്ടാവില്ല. അനീഷാണ് ആദ്യം ആ വീട്ടിൽ കയറിയത്. എനിവേ, അത് പുള്ളിക്കാരത്തി അതങ്ങ് വിട്ടേക്കാൻ പറയുന്നുണ്ട്. പക്ഷെ ഇത് തെളിവാണ്, അയാള് നന്നായിട്ട് നുണ പറഞ്ഞു എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. അതൊരു വലിയ വിഷയമാണോ എന്ന് ചോദിച്ചാൽ, അത് പറഞ്ഞുകൊണ്ട് സിമ്പതി ക്രിയേറ്റ് ചെയ്യാൻ അയാൾ ശ്രമിച്ചിട്ടില്ലേ? ഇയാൾക്ക് മറ്റൊരു കണ്ടസ്റ്റന്റിനെ വിലക്കാനോ എന്തെങ്കിലും പറയാനുള്ള യോഗ്യതയുണ്ടോ? വേറൊരാൾ ഫേക്ക് ആണെന്ന് പറയാനുള്ള യോഗ്യതയുണ്ടോ? പുള്ളി ഹിംസെൽഫേ ഒരു ഫേക്കാണ്. ഗൾഫിൽ പോകാനെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി എടുത്തു എന്ന് പറയുന്നു, അത് നുണയാണ്. അയാൾക്ക് നേരത്തെ സമയം കിട്ടിയില്ല എന്ന് പറയുന്നു, അത് നുണയാണ്. എനിക്ക് ഈ മൈജി ഉണ്ടല്ലോ, അവരും ഇയാളുടെ കൂടെ ചേർന്ന് കളിച്ചാണെന്നൊരു ഡൗട്ടുണ്ട്. കാരണം അവരൊരു സ്പോൺസറാണല്ലോ. അപ്പോൾ സ്പോൺസർ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അവരുടെ റെക്കമെൻഡേഷന് വന്ന വ്യക്തിയാണ് ഇതെന്ന് തോന്നുന്നു. എന്ത് തന്നെ ആയിരുന്നാലും അവരുടെ ഒരു ഇതിനകത്ത് വിന്നറായി വന്നു എന്നൊക്കെയാണ് പറയുന്നത്. അത് ചാൻസ് കുറവാണ്. വേറെ എത്രയോ പേരുണ്ട്, ഇയാൾ തന്നെ കിട്ടിയത് എങ്ങനെ? എത്രയോ പേര് അതിനകത്ത് എഫർട്ട് എടുത്തിട്ടുണ്ടാവും. പുള്ളിയെ തന്നെ ചൂസ് ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് ഇതിനകത്ത് എന്തോ അടി കൂടെയുള്ള നല്ല പ്ലേ നടത്തിയിട്ടുണ്ടെന്നുള്ളത് വാസ്തവമാണ്. പറയണം, മുഴുക്ക തള്ളി മറിയലാണ്, 1.5 തള്ളലാണ്. അതിലൊരുപാട് സന്തോഷമുണ്ട്. അത് ആ ഒരു ഫ്ലോയില് വന്നു പോയതാണ്. അതൊരു മാജിക്കൽ ഹൗസ് ആണ് തീർച്ചയായിട്ടും. അത് വീട്
ആദ്യം തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയത് എനിക്ക് ഒരുപാട് അനുമോള് കാര്യം വന്നപ്പോ ചോദിച്ചില്ലേ ആരാന്ന് മനസ്സിലായി? ശരിക്കും അനുമോള് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു? അത് സത്യം പറ. ആക്ച്വലി അനുമോള് കുറച്ചും കൂടെ ഇപ്പം ഒരു എന്താ പറയുക മേക്കപ്പ് ലുക്കിലായിരുന്നു. അപ്പൊ നമുക്ക് പെട്ടെന്ന് എനിക്കിങ്ങനെ ഞാൻ ഒരുപാട് ഇങ്ങനെ വാക്ക് ഉപയോഗിക്കുകയാണ് സെലിബ്രിറ്റി എന്ന് പറയുന്നത്. ആ ഒരു ഫെയിമിൽ തിളങ്ങി നിൽക്കുന്ന ആളുകളൊക്കെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യസ്തരാണ്. സ്ക്രീൻ പ്രസൻസ് വേറെ, അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ ഒരു ഡിഫറെന്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ എനിക്ക് ആക്ച്വലി കുറച്ച് വ്യത്യാസമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ അനുമോള് എന്തൊരു നോണയനാണെന്ന് തോന്നുന്നത്. ചെയ്ത തെറ്റങ്ങ് അഡ്മിറ്റ് ചെയ്താൽ പോരെ. അയാൾ സത്യത്തിൽ ആദ്യം മുതൽ വെരി ബിഗിനിങ് തൊട്ട് കളിക്കുകയായിരുന്നു എന്നുള്ളത് ആ പെണ്ണ് കയ്യോടെ പൊക്കിയിട്ടുണ്ട്. എന്നാലും അതിൻ്റെ അകത്ത് കിടന്ന് തികഞ്ഞ് ഉരുണ്ട് മറിഞ്ഞ് അനുമോൾ അറിയേയില്ല എന്ന്. അങ്ങനെ അനുമോൾ എല്ലാവരുടെ അടുത്തും ഫേമസ് ആവണമെന്നില്ല. പക്ഷേ ഇവർക്ക് പരസ്പരം ഇപ്പോൾ ഓഡിഷനൊക്കെ വരുന്ന സമയത്ത് ഇവർക്ക് കാണാൻ പറ്റും ഇന്നാളുണ്ടെന്ന്. ഇവർക്ക് പരസ്പരം ഒരു അറേഞ്ച്മെൻറ്റ്സ് ഉണ്ടാവും. മറ്റുള്ളവരെ ഒന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ രീതിയിലുള്ള ഒരിത് ഉണ്ടാകും. എങ്ങനെയായാലും ഒരു അന്വേഷിച്ച് അറിയുകയും ചെയ്യും. അനുമോളെ അവന് നന്നായിട്ട് അറിയാം. മേക്കപ്പ് ഇട്ടുകൊണ്ട് അറിഞ്ഞില്ലെന്ന്. അപ്പോൾ മേക്കപ്പ് ഇല്ലാതെയാണ് അവളെ കണ്ടത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? നോണ മൊത്തം നോണയാ. നാലാമത്തെ ആള് ചെയ്തപ്പോ ഓക്കെ അല്ലാണ്ടായി. അഞ്ചാമത്തെ ആള് വന്നപ്പോ കുറച്ചൊരു എന്താ ഇങ്ങനെ എന്ന് തോന്നി. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നപ്പോ നമ്മളത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ ബിഗ് ബോസ് ഒരു ട്വിസ്റ്റ് തന്നു, എന്നെ ക്യാപ്റ്റൻ ആക്കി. അപ്പൊ ഒരുപാട് സന്തോഷം. അനീഷ് നമുക്ക് ആദ്യമായിട്ട് ഓഡിഷൻ വന്നപ്പോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അനീഷ് ഒരുപാട് നമ്മളോട് പറഞ്ഞു. ഞാനും അനീഷും നമ്മൾ തർക്കിച്ചൊരു വിഷയമുണ്ട്. എന്താണെന്നറിയോ? ഒരുപാട് കാര്യങ്ങൾ അതുകൊണ്ട് ഏതാണ് ആ ഒരു കാര്യം? അനീഷിന്റെ ഒരു സ്ത്രീ വിരോധം. സ്ത്രീകളോട് അനീഷിന് ഇഷ്ടമല്ല. എന്നോട് ഇവൻ 6 മാസം സ്ത്രീകൾക്ക് എന്തിനും മെറ്റർനിറ്റി ലീവ് കൊടുക്കുന്നു, അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് തർക്കിച്ചിരുന്നു. പക്ഷെ ആ അനീഷാണ് അകത്ത് ചെന്ന്, അനീഷ് പറഞ്ഞു എനിക്ക് അകത്ത് ചെന്ന് സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരുപാട് കൺസിഡറേഷനെ കൊണ്ടും പരിഗണനകളെ പറ്റിയും സംസാരിക്കണം. അനീഷിന് മനസ്സിൽ എങ്ങനെ ഈ സ്ത്രീ വിരോധം വന്നു എന്ന് ജനങ്ങളോട് അവയർനെസ് കൊടുക്കണം. ഇതൊന്നും ചെയ്തില്ലല്ലോ. മെറ്റേണിറ്റിയുടെ കാര്യം പറഞ്ഞില്ല എന്നുള്ളത് കറക്റ്റ് ആണ്. പക്ഷെ ചില കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് അവയർനെസ് കൊടുക്കാൻ പോയ ആൾക്ക് അവയർനെസ് കൊടുക്കണം. ഇത് ഓർമ്മ പോലും ഇല്ല പറഞ്ഞത്. എവിടെയും പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നില്ല. മെറ്റേണിറ്റി ലീവിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല. അത് കറക്റ്റ് ആണ്. ഇപ്പോഴും അതിൽ ഉറച്ചു വെക്കുന്നു. എന്തിനാണ് മെറ്റേണിറ്റി ലീവ് എന്നല്ല, അയാൾ എന്ത് പറഞ്ഞ് ഇവരെ പറ്റിച്ച് അതിനകത്ത് കയറിയോ അത് അയാൾ അവിടെ പറഞ്ഞിട്ടില്ല. പുരുഷൻ ആണെന്നും സ്ത്രീ വിരോധിയാണെന്നും ഇയാൾ ബിഗിനിങ്ങിലും പറഞ്ഞു. മോഹൻലാലിന്റെ കൂടെ നിൽക്കുമ്പോഴും ഇയാൾ പറയുന്നുണ്ട്. നമ്മളും പ്രതീക്ഷിച്ചിരുന്നു ഇയാളൊരു സ്ത്രീ. ഞാൻ ആദ്യം ഇയാളെ വെറുക്കാനുള്ള റീസൺ പോലും അതായിരുന്നു. ഒരു സ്ത്രീ വിരോധിയാണ് എന്നുള്ളതാണ് ആദ്യം പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരു പോർഷൻ അവിടെ പെണ്ണുങ്ങൾക്കിടയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാളെ പപ്പടം പൊടിച്ചിട്ടുണ്ടാവും പിള്ളേർ. അതിനിപ്പോൾ അനുമോള് ചെയ്തില്ലെങ്കിൽ ലക്ഷ്മിയുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ ലക്ഷ്മി പീസാക്കി അങ്ങ് വിട്ടിട്ടുണ്ടാകുമായിരുന്നു. അപ്പം ഇയാളുടെ ഉള്ളിലൊരു സ്ത്രീ വിരുദ്ധനുണ്ട് എന്നും അത് വെച്ച് അവിടെ സംസാരിക്കുമെന്നും അതൊരു കണ്ടന്റ് ആണെന്ന് കരുതി തന്നെയാണ് ബിഗ് ബോസ് ഇയാളെ ചൂസ് ചെയ്തത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇയാൾ മുഴുക്ക നമ്മളെ മാത്രമല്ല ബിഗ് ബോസിനെയും കൂടെ പറ്റിക്കുകയായിരുന്നു എന്നുള്ളത് തെളിവായില്ലേ? ഒന്നും പറയാനില്ല. അനുഭവിച്ചു ഇത് പറയുക. പിന്നെ മെറ്റേണിറ്റി ലീവിൻ്റെ അതിനെപ്പറ്റി അഭിപ്രായം പറയുകയാണെങ്കിൽ ഈ തിരുമണ്ടനോടൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ചിലർക്ക് ചില മണ്ടത്തരങ്ങളുണ്ട്. ഈ പ്രഗ്നൻസി എന്താണെന്നും അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്താണെന്നും ഡെലിവറി പോയിന്റ് എന്താണെന്നും അതിനുശേഷം വരുന്ന ഡിപ്രഷൻ എന്താണെന്നും ഒന്നും അറിയാത്ത കഴുതകളോട് ഇതൊന്നും പറഞ്ഞു കൊടുത്ത് ഫലിപ്പിക്കാനൊക്കത്തില്ല. അപ്പം എന്താ നമ്മൾ ചെയ്യുക? ഇഗ്നോർ, ഗെറ്റ് ലോസ്റ്റ് എന്ന ഒരു ടേമിൽ നിൽക്കുക. സ്ത്രീ വിരോധമൊക്കെ നല്ലതാണ്. അമ്മയും കൂടെ നോക്കിയിട്ട് വേണം വിരോധിക്കാൻ. അതും ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. ഞാൻ അമ്മയ്ക്ക് വിളിച്ചെന്ന് പറയരുത്. സത്യം പറഞ്ഞാൽ ഓരോ പുരുഷനും നമ്മളൊരു സ്ത്രീയുടെ സ്ട്രഗിൾ മനസ്സിലാകണമെങ്കിൽ അത് നമ്മുടെ അമ്മയെടുത്ത് സംസാരിച്ച് നോക്കുക. അമ്മ പറഞ്ഞു തരും എന്തൊക്കെ സ്ട്രഗിൾ ഒരു സ്ത്രീ അനുഭവിക്കുന്നുണ്ടെന്ന്. അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഒരു അമ്മയ്ക്ക് സാധിച്ചില്ലെങ്കിൽ അവളൊരു അമ്മയേ അല്ല എന്ന് ഞാൻ പറയും. അതുകൊണ്ട് ഈ വിഷയത്തിൽ അവൻ്റെ ആ ടോപ്പിക്കൊന്നും ഞാൻ കേൾക്കാൻ തയ്യാറല്ല. നമുക്ക് അടുത്ത വിഷയത്തിലേക്ക് പോകാം. അടുത്ത നോണയിലേക്ക് പോവാം. നോണയൻ. അങ്ങനെ വന്നപ്പോ ആദ്യം എന്തിനാണ് ഇവരെല്ലാവരും ജയിലിലേക്ക് അയക്കുന്നത് എന്ന് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോ അതെ പിന്നീട് നോക്കുമ്പോ അതൊരു സുഖമുള്ള ഓർമ്മയാണ്. ബിഗ് ബോസ് സീസൺ 7 ജയിലിൽ തന്നെ സ്വന്തമായിട്ട് ഇയാള് ജയിലിലേക്ക് പോകുന്നതിൻ്റെ അടുത്ത് ജയിലിലെ ആ നമ്പർ പ്ലേറ്റ് ഇയാൾ ഇപ്പൊ പറയുന്നു ഭയങ്കര പ്രൗഡായിട്ട് ഫീൽ ചെയ്തു, ഭയങ്കര സന്തോഷമാണ്. ഇയാൾ അപ്പോഴങ്ങനെയായിരുന്നല്ലോ ഇയാളുടെ മുഖം. ആകെ ഒരുമാതിരി തൂങ്ങി നാങ്ങി എന്തുമായിരുന്നു ഇയാളുടെ പെർഫോമൻസ്. സത്യത്തിൽ ഇയാൾ ഇവിടെയും കള്ളം പറയുന്നതാണ്. മൊത്തത്തിൽ ഒരു നുണയൻ എന്ന് പറഞ്ഞാൽ വെറും നുണയൻ. ചെറിയ നുണയൊന്നുമല്ല, വെറും നുണയൻ. പറഞ്ഞു പോയതാണ്. എന്റെ നാട്ടുകാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ
ജനിച്ചു വളർന്ന ഒരു സ്ഥലമാണ് എന്റെ നാട് കോടന്നൂര്. അപ്പൊ എന്റെ വീട്ടുകാരുടെ അത്ര തന്നെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്റെ നാട് എന്ന് പറയുന്നത്. അപ്പൊ ഏതെങ്കിലും തരത്തില് ഞാൻ ചെയ്ത ഇപ്പൊ ഏകദേശം 100 ദിവസങ്ങൾ ആ സമയത്ത് ആയിട്ടുണ്ടായിരുന്നു, ഷോയുടെ എൻഡ് ആവാറായിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും തരത്തില് ഞാൻ ആദ്യമൊക്കെ ചെയ്ത കാര്യങ്ങൾ വെച്ച് അവരെന്നെ ജഡ്ജ് ചെയ്യോ എന്നുള്ളൊരു ചിന്തകളായിരിക്കാം ചിലപ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നുപോയത്. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ആദ്യം എന്റെ വീട്ടില് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നത് ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ. അപ്പൊ അനിയനെ വിളിക്കും. എന്റെ ഫാദറിനും മദറിനും അവർക്ക് ഫോൺ, ഈ ടച്ച് ഫോൺ ഉപയോഗിക്കാനായിട്ട് അറിയില്ല. അവർക്കുള്ളത് ഒരു കീപാഡ് ഫോണാണ്, രണ്ടുപേർക്കും കൂടിയിട്ട്. അതും അവര് യൂസ് ചെയ്യാറില്ല, അതവിടെ വെച്ച് പോകുന്ന ഒരു അവസ്ഥ. എന്ത് ചോദിച്ച് എന്ത് പറയണ, അച്ഛനും അമ്മയ്ക്ക് സ്മാർട്ട് ഫോൺ ഇല്ലെന്നല്ല അവള് ചോദിച്ചത്. ഇയാള് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നാട്ടിൽ പോകുമ്പോൾ ഭയമാണ് അവിടെ ഇറങ്ങാൻ, അതായത് തല്ല് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ് ചോദിച്ചത്, അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന്. അപ്പോൾ പുള്ളിക്ക് തന്നെ അറിയാം പുള്ളിയുടെ പാസ്റ്റ് നോട്ട് ക്ലിയർ, അത് കല്ലേറ് കിട്ടാൻ തക്കവണ്ണമുള്ളതാണ്. അല്ല ബിഗ് ബോസിലെ കാര്യമല്ല പറയണത്. അതായത് ഇതിൻ്റെ ഇടയ്ക്കുള്ള സംഭാഷണത്തിൽ ചോദിക്കുന്നിടത്ത് അയാൾ പറയുന്നുണ്ട്, ആളുകൾ വന്ന് എൻ്റെ അടുത്ത് കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്ക് പുറത്ത് പോസിറ്റീവാണ് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതെന്ന് ചോദിച്ചതാണ് ആങ്കർ ചോദിച്ചത്. അതായത് നിങ്ങൾ പറഞ്ഞല്ലോ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് കല്ലേറ് കിട്ടുമോ ഇല്ലയോ എന്നൊരു ഭയം അവിടെ പ്രകടിപ്പിച്ചിരുന്നില്ലേ, അത് എന്താണെന്ന് ചോദിച്ചപ്പോഴത്തേക്കാണ് അതിനാണ് അവൻ മറുപടി പറയുന്നത്, ഞാൻ ചെയ്ത പാസ്റ്റ് കാര്യങ്ങളെ ബേസ് ചെയ്തിട്ട് എന്നെ അവർ ഉപദ്രവിക്കുമോ എന്ന ഒരു ഭയം എനിക്കുണ്ട് എന്ന്. അപ്പം ഇവൻ്റെ പാസ്റ്റ് അവിടെ കറക്റ്റ് അല്ല എന്ന് അവൻ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. പിന്നെ സ്വയം പൊങ്കലിന് ഒരു കുറവുമില്ല, എനിക്ക് വലിയ പാഠമുണ്ട്, ഞാൻ നെൽകൃഷിയാണ്, എനിക്ക് സ്മാർട്ട് ഫോൺ ഞാൻ ഉപയോഗിക്കും, അച്ഛനും അമ്മയും ഉപയോഗിക്കത്തില്ല. ആകെ മൊത്തത്തിൽ അറിയാതെ പുള്ളി പല കാര്യങ്ങളും തുറന്നങ്ങോട്ട് പറയണം. ഇത് ചിലപ്പം അനീഷിനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഞാൻ പറയുന്നത് ചിലപ്പം വിരുദ്ധത തോന്നുമായിരിക്കും. ഇരുന്ന് ചിന്തിക്കുക. നമുക്കിപ്പം എനിക്കും അനുമോളുടെ നെഗറ്റീവ്സ് മനസ്സിലാവത്തില്ല, ബിക്കോസ് ഐ ലൈക്ക് ഹർ. നമുക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ അയാളുടെ നെഗറ്റീവ് നമുക്ക് പെട്ടെന്ന് പിടികിട്ടത്തില്ല. മറ്റൊരാൾ പറയുമ്പോൾ മാത്രം നമ്മൾ ചിന്തിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. 3 പെൺകുട്ടികൾ സാരി ഉടുത്തു വരുന്നു, 3 പേരെയും പെങ്ങന്മാരെന്ന് കൺസിഡർ ചെയ്ത് പറഞ്ഞവൻ ഞാൻ ആരെ നോക്കും എന്നുള്ള ആ ഒരു കോഴി വർത്താനം മനസ്സറിയാതെ വായിൽ വന്നു പോയതാണ്. അതേപോലെ ഒരു പടുകോഴി ആയതുകൊണ്ടാണ് ജിസേല് അങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോഴും നെഗറ്റീവ് ഇല്ല പറ്റൂല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ജിസേലിനോടും അനുവിനോടും ക്രഷ് എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുക, നമ്മൾ പ്രവർത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. ഇത് രണ്ടിൽ നിന്നും മാറി സഞ്ചരിച്ച വ്യക്തിയാണ് അനീഷ്. ഞാനിത് ഇങ്ങനെ എഡിറ്റ് ചെയ്യാതെ ഇടുന്നതിൻ്റെ റീസൺ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഏതെടുത്താലും ഇവർ ഉടനെ സ്ട്രൈക്ക് വരും. ഒരു വിഷയവും എടുക്കാനും പറ്റുന്ന ഒരു കണ്ടീഷനില്ല. എന്താണ് അവർക്ക് എന്നോട് ഇത്ര ശത്രുതയെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. നിങ്ങൾ ആ ലൈൻ കട്ട് പോയി കണ്ടാൽ മനസ്സിലാകും. വേണമെങ്കിൽ ഏതൊക്കെ മിനിറ്റുകളാണ് ഞാൻ എടുത്തതെന്ന് പറയാം. 5, 7, 12, 29, 35 ഇത്രയും മിനിറ്റുകൾക്കുള്ള സംഗതിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഇത് അവർക്ക് സ്ട്രൈക്ക് അടിക്കാൻ പറ്റിയ സാധനങ്ങളായിട്ട് ഞാൻ ഇട്ടുകൊടുത്തെന്ന് വേണമെങ്കിൽ പറയാം. എനിഹൗ ഈ ഒരു വിഷയത്തിൽ ആ ആങ്കർ പെർഫെക്റ്റ് ആയിട്ട് അവരോട് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഇന്നലെ അനുവിൻ്റെതും എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ആരെയും ഇൻസൾട്ട് ചെയ്യാത്ത ഒരേ ഒരു ഇൻ്റർവ്യൂ അതെന്ന് പറഞ്ഞു. ഇൻസൾട്ട് ചെയ്യാനും മാത്രം അനുമോൾ അവിടെ ഒന്നും ചെയ്തിട്ടില്ല. അനുമോൾ ചെയ്ത ചില കാര്യങ്ങൾ അവൾ ചോദിക്കുന്നുമുണ്ട്, അത് നമുക്ക് ഇൻസൾട്ടായിട്ട് തോന്നത്തില്ല. അതൊരു ജെന്യുവൻ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് തോന്നുന്നു. ഇത് ചോദിക്കേണ്ട കാര്യങ്ങളാണ് അവർ ചോദിച്ചത്. കാരണം ഒരു സമയത്ത് ബിഗ് ബോസിനെ പ്രതിയാക്കിക്കൊണ്ട് ഇവർ പല സ്റ്റേറ്റ്മെൻറ്റ് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു കോമണർക്ക് അക്സെപ്റ്റൻസ് കൊടുക്കുന്നില്ല എന്ന്. എനിക്കിപ്പോഴാണ് മനസ്സിലായത് അനീഷ് വോട്ടിങ്ങിലൂടെയല്ല ഫൈനലിലേക്ക് എത്തിയത്. അയാളെ അവിടെ പിടിച്ചു നിർത്തിയതിൻ്റെ റീസൺ അങ്ങനെ ഒരു കോമണർക്ക് അവിടെ അക്സെപ്റ്റൻസ് ഉണ്ട് എന്ന് ബിഗ് ബോസിന് വരുത്തി തീർക്കണമായിരുന്നു. അല്ല ഈ മനുഷ്യൻ്റെ യോഗ്യതയും ക്വാളിറ്റിയും കൊണ്ടൊന്നുമല്ല. രണ്ടാമത്തെ കാര്യം, ഈ അനുമോളോട് അയാൾ കാണിച്ച പ്രണയം ഫേക്കായിരുന്നു. അത് നമ്മളെല്ലാം പറഞ്ഞ കാര്യമാണ്. അങ്ങനെ പ്രണയിച്ച ഒരു പെണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരു മര്യാദ കാണിക്കാത്തവൻ കള്ളത്തരമാണ് കാണിച്ചത് നമുക്ക് മനസ്സിലായി. ലാസ്റ്റ് മിനിറ്റിൽ അങ്ങനെയൊന്ന് കൊണ്ടിട്ടത് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ തന്നെയായിരുന്നു. പിന്നെ ഇവർ സമയം കൊടുത്തില്ല എന്ന് പറഞ്ഞു, അത് നുണയാണ്. 5 വർഷത്തെ ഗ്യാപ്പ് ഇയാൾക്ക് ഉണ്ടായിരുന്നു ഇത് പഠിക്കാനും ഇത് ചെയ്യാനും. ഇയാൾ ശരിക്കും പഠിച്ചിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്, നുണയാണ് എന്ന് അയാളുടെ വായ കൊണ്ടിട്ട് നമ്മളെ കേൾപ്പിച്ചിരിക്കുകയാണ് ചെയ്തത്. ആകെ മൊത്തത്തിൽ അനീഷ് എന്ന ഫേക്കിൻ്റെ മുഖം മൂടി വലിച്ച് കീറി അങ്ങോട്ട് കയ്യിൽ തന്നു. പിന്നെ പുള്ളി ഭയങ്കര കാം ആൻഡ് ക്വയറ്റ്, ഭയങ്കര സിമ്പിൾ എന്നൊക്കെ പറയുന്നിടത്ത് അയാൾ തന്നെ പറയുന്നു പാസ്റ്റ് ഞാൻ ചെയ്ത കാര്യങ്ങളെ ഓർത്ത് അവിടെയുള്ള നാട്ടുകാരെന്നെ പൊങ്കാലയിടാൻ കാത്തിരിക്കുകയാണോന്ന് എനിക്ക് ഭയമുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതായത് എല്ലാ ഇടങ്ങളിലും പുള്ളി നല്ലപോലെ നുണ പറഞ്ഞിട്ടുണ്ട്. അതായത് സത്യസന്ധനും വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് എന്ന് ചിന്തിക്കുന്നവർക്ക് ചിന്തിക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ആ പെൺകുട്ടിക്ക് ഞാൻ താങ്ക്സ് പറയുന്നു. കാരണം പലയിടങ്ങളിൽ നമ്മൾ അനീഷിനെ പറ്റി പറയുമ്പോൾ ആർക്കും മനസ്സിലാകത്തില്ല. അനീഷ് ഫേക്കാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സ്റ്റെപ്പ് ബാക്ക് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ അനീഷിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്രത്തോളം അയാൾ അവിടെ അഭിനയിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു.
ഈ ഒരു കാര്യത്തിൽ അക്കു അണ്ണൻ കറക്റ്റ് ആണെന്ന് തോന്നുന്നു. അനീഷിനെ അയാൾ ശരിക്കും ഐഡന്റിഫൈ ചെയ്തു എന്നാണ്. ഇത്രയും അഭിനയിച്ച് നിന്നിട്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റാതെ പോയത് കഷ്ടമായി പോയി എന്നേ ഉള്ളൂ. ഏതായാലും കോമൺ ഡ്രൈവ് ഇയാൾ അവിടെ എത്തിയിട്ടുണ്ടെങ്കിലും ഒരാൾക്കും ഒരു പ്രയോജനം ഉണ്ടാവില്ല. നമ്മളൊരു സാമൂഹ്യ ജീവിയാണ്. നമ്മളെ വീട്ടിൽ ഒതുങ്ങി വീട്ടുകാരോട് മാത്രം ജീവിക്കുന്ന ഒരു പ്രത്യേകതരം ജന്തു എവിടെ ജയിച്ചിട്ട് ഒരു കാര്യവുമില്ല. സോഷ്യലായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സോഷ്യലായിട്ട് ഇടപെടണം, അല്ലാതെ മിണ്ടാതിരിക്കണം. അപ്പം എനിക്കിപ്പം സൊസൈറ്റിയിൽ ഇറങ്ങി അങ്ങോട്ട് നടക്കാൻ ഒന്നും പറ്റത്തില്ല എങ്കിൽ അങ്ങനെയുള്ള ആ സ്ഥാനം കിട്ടാൻ ചാൻസ് ഉള്ളൊരു പൊസിഷനിലേക്ക് നമ്മൾ കൊണ്ടുപോയി ഇത് കൊടുക്കരുത്, നോമിനേഷൻ കൊടുക്കരുത്. എന്തുകൊണ്ടെന്ന് അറിയാമോ? അത് കിട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന വ്യക്തികൾ കൊടുക്കട്ടെ, അവർ ജയിക്കട്ടെ. ഏതായാലും അനുമോൾക്ക് നല്ലൊരു കോമ്പറ്റീറ്ററായി ഇയാൾ അവിടെ നിലകൊണ്ടു എന്നുള്ളത് വസ്തുതയാണ്. ഇപ്പോഴും ആ പെൺകുട്ടിയെ എവിടെ ചെന്നാലും ഇവൻ്റെ പേര് പറഞ്ഞ് കളിയാക്കും. അത് അവൻ്റെ സ്ട്രാറ്റജി തന്നെയായിരുന്നു. അനുമോളാണ് ജയിക്കുക എന്ന് അവൻ അറിയാമായിരുന്നു. അങ്ങനെ ജയിച്ചാലും അവൾക്ക് ഒരു അശനിപാതം പോലെ ഇവൻ്റെ പേര് കൂടെ ഉണ്ടാകണമെന്നുള്ള ഇവൻ്റെ ആ കുടില തന്ത്രമാണ് അവിടെ വർക്കൗട്ടായത്. സോ ഇത് മോസ്റ്റ് റിക്വസ്റ്റഡ് വീഡിയോ ആയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്തതാണ്, താല്പര്യം ഉണ്ടായിട്ട് ചെയ്തതല്ല. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യണേ. ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.